ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള നല്ല സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലോ. നിങ്ങളെ ആ ഒരു കമൻറ്റും ആ ഒരു സപ്പോർട്ടും തന്നെയാണ് കേട്ടോ നമ്മളെപ്പോലത്തെ ചെറിയ യൂട്യൂബേഴ്സിന് വീഡിയോ എടുക്കാനും വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് അത് എത്തിക്കാനും ഒക്കെ ഉള്ള ആ ഒരു നമുക്കൊരു പ്രചോദനം ഒരു പ്രോത്സാഹനമൊക്കെ കിട്ടുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു വീഡിയോ എടുക്കൽ തന്നെ നല്ല പാടുണ്ട്. കാരണം നമ്മൾ ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അവിടെ കട്ടാക്കി ഇവിടെ കട്ടാക്കി അതൊക്കെ എടുക്കലും ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാറുള്ളത് ഏതൊരു കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു കഷ്ടപ്പാടുണ്ട്. പക്ഷെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതിൽ നിന്നൊരു വിജയം കാണുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയലുണ്ട് മക്കളെ റൂമും കൂടെ എനിക്കൊരു നനച്ചുള്ളി പണികൾ നടത്താനുണ്ട് എന്നുള്ളത്. അത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവില്ല. കാരണം നിച്ചോളും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ആവുള്ളൂ. ഓരോ ബുക്കും കാര്യങ്ങളും ഏതൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് എന്നൊക്കെ പോർക്ക് തന്നെ എല്ലാം അറിയാം. അപ്പോൾ ഞാൻ ലീവുള്ളൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നെന്തായാലും ഹർത്താലിൻ്റെ ലീവാണല്ലോ, എല്ലാവരും പുരയിലുണ്ട്, ഇക്കയും കുട്ടികളൊക്കെ പുരയിലുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെ എല്ലാവരും പുരയിലുള്ളപ്പോഴും നമ്മളെ സാധാരണ പോലത്തെ പണികൾ തീരൂല കേട്ടോ. അങ്ങനെ തോന്നലുണ്ട് നിങ്ങൾക്ക്? നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്, എല്ലാവരും പോകുന്ന ആൾക്കാർ പോകാനുള്ളപ്പോൾ ഓരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ പണിയെടുത്ത് ഒരു ഭാഗത്ത് ഇരിക്കുക. പക്ഷെ ഇവരെല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ പണി ഒരുങ്ങൂല. അപ്പം പിന്നെ അങ്ങനെയുള്ള ആ ഒരു ദിവസം തന്നെ ഇങ്ങനത്തെ പണികൾ അങ്ങോട്ട് എടുക്കണതാണ് കേട്ടോ നല്ലത്. കൂടി തരാനും ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇന്ന് വേഗം ചായം കടി ഉണ്ടാക്കി ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് വേഗം അതിനങ്ങോട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തിരക്കൊന്നുമില്ല കേട്ടോ. ഇന്ന് പണികൾ തീർക്കാൻ ആക്കം പോലെ അങ്ങനെ എടുക്കാമെന്നൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ ദോശയും പിന്നെ തലേ ദിവസം ഞാൻ സാമ്പാർ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും ആ ഒരു കറിയും തന്നെയാണ് കേട്ടോ ഒന്ന് ചായ കുടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വെയിൽ കണ്ടപ്പോൾ ആദ്യം തന്നെ ഒന്ന് കിടക്ക കൊണ്ടുവന്ന് വെയിലത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കിടക്ക എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പം നിന്ന് ആലോചിച്ചത്. ഇക്ക ഇപ്പം വരാം വണ്ടി കഴുകിയിട്ട് എന്ന് പറഞ്ഞിട്ട് മെല്ലെ സ്ഥലം വിട്ടീന് കേട്ടോ. ഇനി എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല. ഇക്ക പോകുന്നതിന് മുന്നേ ഇത് വെയിലത്ത് കൊണ്ടുപോയി ഇടിപ്പിക്കാനാണെങ്കിൽ ഞാൻ മറന്നു പോവുകയും ചെയ്തു കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ ഞാനും നിച്ചോളും കൂടെ എങ്ങനെയൊക്കെയോ അതങ്ങനെ നിർത്ത് മുറ്റത്ത് എത്തിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കും പൊന്തണില്ല കേട്ടോ. അത് മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാവുമായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ചിരി വരുമായിരുന്നു. കുറേ ഞാൻ അങ്ങോട്ട് കട്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. എന്തായാലും എന്ത് തന്നെയാണേലും ശ്രമിച്ചാൽ നടക്കുമെന്ന് ഇതൊക്കെ തന്നെ പറയല്. നമുക്ക് കഴിയൂലെന്ന് വിചാരിക്കണത് നമ്മളങ്ങോട്ട് കഴിയിച്ചു. 4 സ്റ്റൂളൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല പൊരും വെയിലാണ്. അപ്പോൾ കുറേ ആയി കിടക്കൊക്കെ വെയിലത്ത് ഇട്ടിട്ട് നമുക്ക് ഒറ്റയ്ക്കിട്ടാവില്ല ഇക്കൊന്നുള്ളപ്പോൾ പിന്നെ അതിന് ചിലപ്പോൾ അങ്ങോട്ട് ഓർമ്മയും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു നനച്ചുള്ളി പണിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ നടത്തുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനത്തെ പണിക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും കിടക്ക അങ്ങോട്ട് എടുത്തതിൻ്റെ ശേഷം കട്ടുമ്മലുള്ള പൊടി കണ്ടിട്ടുണ്ടെങ്കിൽ ജനിച്ചിട്ട് വെള്ളം കാണാത്ത പോലെ ഉണ്ടായിന് കേട്ടോ. ഞാൻ ആദ്യം ആ ഒരു പൊടി അങ്ങോട്ട് അടിച്ചിട്ടിട്ടാണ് പിന്നെ കട്ടുമ്മക്ക് കയറിയത്. അപ്പം ഈ ഒരു കൊതുക് വല കഴുകാനുണ്ട്, കട്ടിൽ നനച്ച് തുടക്കാനുണ്ട്, എന്തൊക്കെയോ ഒക്കെ ഉണ്ട് കേട്ടോ. എടുത്തിട്ടും തീരാത്ത പണിയായിരുന്നു കേട്ടോ. അതിന് നിന്നിട്ട് ഞാൻ മഹരി ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഞാനും മക്കളൊക്കെ ഒന്ന് കുളിച്ച് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്രക്കും പണി തന്നെയായിരുന്നു. നമ്മൾ എത്ര ഒതുക്കി പെറുക്കി സംഭവം നമ്മൾ എന്നും വൃത്തിയാക്കുന്ന വീട് തന്നെയാണ്. എന്നും അടിക്കുന്നുണ്ട്, തുടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒതുക്കി വെക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിങ്ങോട്ട് വലിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഒരു പുരൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ഈ ഒരു റൂമിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണോ എന്ന് ഞാൻ തന്നെ വിചാരിച്ചു പോയിന് കേട്ടോ. എന്തായാലും ആദ്യം തന്നെ ഈ ഒരു കൊതുക് വല അങ്ങോട്ട് കഴിക്കുകയാണ്. ഈ കൊതുക് വലേൻ്റെ ആവശ്യമൊന്നുമില്ല. അത് കെട്ടുമ്പോൾ ഒരു വെളിച്ചക്കുറവും ഒക്കെയാണ്. പക്ഷെ ഭയങ്കര കൊതുകാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മളിത് കെട്ടുന്നത്. നല്ല കൊതുകാണ്. കുട്ടികളാണെങ്കിൽ മര്യാദയ്ക്ക് പുതപ്പൊന്നിട്ട് പുതക്കൂല്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കെട്ടണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ആദ്യം കഴിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് അലക്കാൻ വെള്ളത്തിൽ ഒന്ന് പൊതിർത്തിയിട്ടോ അല്ലെങ്കിൽ എന്താ പൈപ്പിൻ്റെ ഓട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോയിടുക. അധികം പൊടി ഇതൊന്നും അയിമലില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് അയച്ച് കഴുകിയതായതുകൊണ്ട്. എന്നാലും പക്ഷേ നമ്മൾ നനച്ചുള്ളിപ്പണി എടുക്കുമ്പോൾ പിന്നെ എല്ലാം ഒന്ന് നനവ് എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകാൻ വേണ്ടി കൊണ്ടുവച്ചാണ്.
ഇനിയിപ്പോൾ അതാ ഓരോരോ ഭാഗങ്ങൾ മാറാലയും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. ആദ്യം ഒരു ഭാഗത്തുള്ളത് തട്ടുന്നുണ്ട്, പിന്നെ ഇപ്പുറത്തെ ഭാഗത്തുള്ള, പിന്നെ ഞാൻ ഇച്ചുമോളെ ഏൽപ്പിച്ചതോളം കുറേ സാധനങ്ങളും ബുക്കും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടുന്നതും വേണ്ടാത്തൊക്കെ ഒന്ന് മാറ്റി വേണ്ടുന്ന വേറെ വെക്കാനും വേണ്ടാത്ത വേറെ വെക്കാനൊക്കെ റിച്ചുവിനെയും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതവിടെ ഗ്ലാസിൻ്റെ മേലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് പെറുക്കി താഴേക്ക് വെക്കുന്നുണ്ട്. അതിമത്തെ പൊടിയും കാര്യങ്ങളൊക്കെ നിച്ചും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. കൂടി തരാൻ ഒരാൾ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കലും നടക്കണമല്ലോ. എല്ലാം ഈ വീഡിയോയിൽ കാണുന്നത് അല്ല കേട്ടോ, അത് ശരിക്കും ഒരു കാൽ ഭാഗമാണ് ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉണ്ടാവുക. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ ചെയ്യുന്നതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആണല്ലോ നമ്മൾ കാണിക്കുക. അത് കാണിക്കാത്തതാണ് പണി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളില്ലേ പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങോട്ട് മറന്നു കൂട്ടും, നമ്മൾ അതിമേലേക്ക് തന്നെ അങ്ങോട്ട് ശ്രദ്ധ ആയി പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ എടുക്കും, ചിലതൊന്നും അങ്ങനെ കാണിക്കൂല, അങ്ങനെയൊക്കെയാണ്. എന്തെന്നാണേലും ഇതാ തകൃതമായിട്ടുള്ള പണിയിലാണ് കേട്ടോ. നമ്മൾ ചുമരും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇതുണ്ടാവില്ല. ഇത് ഷീറ്റ് ആയതുകൊണ്ട് ഷീറ്റിൻ്റെ ഓരോ ഇടകളിലും മാറാലയും പൊടിയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ ചെയ്താലും നമുക്ക് വൃത്തിയിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടാൽ തന്നെ ഒരു സന്തോഷമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ അതല്ല അവസ്ഥ. ഒരാഴ്ച പോലും നമ്മൾ ഈ ഒരു വൃത്തിയാക്കി ആ ഒരു രീതിയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഫുള്ളും പൊടി തന്നെ ആയിരിക്കും കേട്ടോ. എന്നാലും നോമ്പിന് വരവേൽക്കാൻ മാമൂലാണല്ലോ, പണ്ട് മുതലേ ഉള്ളത് തന്നെയല്ലേ. ഇനിയിപ്പോൾ നമ്മളായിട്ട് അത് ഇല്ലാണ്ടാക്കണ്ട. എന്നാൽ നമുക്ക് മനസ്സിലൊരു ഇതാണ്. പിന്നെ പറയൂ കേട്ടോ, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണേക്കാം, ഓ കുറേ പുര നന്നാക്കിയിട്ട് കാര്യമില്ല, മനസ്സ് നന്നാക്കണം. ഉസ്താമാരെ വായിലൊക്കെ ഞാൻ കേൾക്കലുണ്ട് കേട്ടോ. നമ്മളെ മനസ്സിൽ അങ്ങനെ അത്ര വലിയ കറുപ്പും കാര്യങ്ങളൊന്നും ആരതും ഉണ്ടാവുമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മളെ മനസ്സും നമ്മളെ പുരയും ഒക്കെ നമ്മളങ്ങോട്ട് നോമ്പാകുമ്പോഴത്തേക്ക്, നോമ്പിനായാലും നോമ്പിനല്ലെങ്കിലും എപ്പോഴും ഇതൊക്കെ നന്നാക്കി നിൽക്കുക അല്ലേ. അപ്പോൾ അതിൽക്കൂടെ ഒരു പട്ടിയും ഓടണുണ്ട്, അതിനും വീഡിയോയിൽ വരാനുള്ളൊരു ഇത് ഉണ്ടാവുമായിരിക്കും. അത് പോട്ടെ. ഞാൻ ഇതാട്ടോ പറയല്, നമ്മൾ എന്തെങ്കിലും കഴുകിയതാക്കുകയൊക്കെ ചെയ്ത് നമ്മളെ മുറ്റത്ത് ഇടാൻ പറ്റൂല പറയണത് ഇതാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷെ മഞ്ഞളും മുളകും അരിയൊക്കെ ഞാൻ കഴുകിയിട്ടോ നമുക്ക് ഇവിടെ മുറ്റത്ത് ഇടാൻ പറ്റൂല. എന്താ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. പട്ടികൾ അതിലേലും കോഴിക്കളും പട്ടികളും അതും ഇതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ നോക്കി ഇങ്ങനെ ഇരിക്കേണ്ടി വരുവേ. അതുകൊണ്ട് പിന്നെ അനിയൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ഇടണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നമ്മളെ ആ ഒരു റൂമിലൊരു ടീപ്പോയി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ തട്ടലും കൊട്ടലൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് അങ്ങോട്ട് ഉണങ്ങി കിട്ടിയാൽ അതിമ വെക്കാനുള്ള കുട്ടികളെ ബുക്കും സാധനങ്ങളും ബാഗും അതും ഇതൊക്കെ വെക്കണതാണ്. അപ്പോൾ ഞാൻ അതും ഒന്ന് നല്ലോണം കഴുകി വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ഞാൻ പച്ചരി കഴുകി ഉണക്കിയിട്ടില്ലേനോ എന്നുള്ളത് ഓർമ്മ ആയത്. പച്ചരി ഉണ്ടായിനി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുകയാണ്, വെയിലും ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതും ഒന്ന് കഴുകി വേഗം ഒന്ന് അനിയൻ്റെ വീട്ടിൽ അവിടെ വാർപ്പിൻ്റെ മേലെ അങ്ങോട്ട് കൊണ്ടുപോയി ഇട്ടിട്ട് വരാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ ചിലപ്പം ഉണങ്ങിക്കോളൂ കേട്ടോ, അങ്ങനത്തെ വെയിലായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി ഒന്ന് ഉണക്കാൻ കൊണ്ടുപോയിട്ട് വന്നു. അപ്പോഴത്തേക്കും ഇതാ ഉപ്പച്ചി മോളും കൂടെ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപഴവും പാലൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പം അതുകൊണ്ട് ഇതാട്ടോ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തരുന്നുണ്ട് കേട്ടോ ഓരോന്ന് കുടിക്കാനൊക്കെ. അപ്പോൾ ചെറുപഴം കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ ചോറും കറിയും ആക്കിയിട്ടില്ല ഇനി കേട്ടോ. വേഗം ഇതിനെന്നെ അങ്ങോട്ട് തിന്നാലേ സമയം പള്ളയെ പൈക്കുമ്പോൾ വന്നു നോക്കിയാൽ ചിലപ്പോൾ തിന്നാനൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇന്നിപ്പം എല്ലാവരും ഉണ്ടല്ലോ പുരയിൽ, കുറച്ച് തേങ്ങാച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാച്ചോറിനുള്ളത് ഒരടുപ്പത്തും ആക്കിയാണ് 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോറും കറിയും ആക്കാൻ നിൽക്കുമ്പോൾ തന്നെ, വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സമയം 12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം രണ്ടും ഓരോരോ അടുപ്പത്ത് അങ്ങനെ ആക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുറച്ച് ചോറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും അങ്ങനെ വിശന്ന് പോയിട്ടൊന്നുമില്ല. ഞാൻ വേഗം കുക്കറിൽ കറിക്കുള്ള പിന്നെ തക്കാളി ഉള്ളിയൊക്കെ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് വേഗത ഒന്ന് അതിന് വേണ്ട സംഭവങ്ങളും പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരടുപ്പത്തു നിന്ന് കറിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കുറച്ച് ചാറോട് കൂടെ തന്നെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. എല്ലാവരും ഉള്ളതല്ല, ഇവിടെ ആണെങ്കിൽ ഈ കുറച്ച് കറി എല്ലാവർക്കും വേണം കേട്ടോ. ചോറിനായാലും കടിക്കാണെങ്കിലും എല്ലാത്തിനും കുറച്ച് ചാറ് വേണം. അപ്പോൾ ഞാൻ വല്ലാണ്ട് ചാറില്ല, എന്നാലും ഒരുവിധം ഒരു പാകമുള്ള ഒരു കറിയാക്കി എടുത്തു. അപ്പുറത്തെ അടുപ്പിൽ തേങ്ങാച്ചോറും ആക്കി അതൊക്കെ ആയതിൻ്റെ ശേഷം ഇതാക്കണ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇപ്പുറത്തെ ഭാഗമാണ്, അളമാറിൻ്റെ മേലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മദ്രസയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം സമ്മാനമൊക്കെ കിട്ടിയത്, സമ്മാനം കിട്ടിയ സാധനങ്ങളൊക്കെ അതിൻ്റെ മേലെ വെച്ചതായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് താഴേക്ക് ഇറക്കുന്നുണ്ട്. എല്ലാത്തിലും നല്ല പൊടി കഴിഞ്ഞ് കേട്ടോ. ഒക്കെ ഒരു തുണിയൊക്കെ നനച്ചിട്ട് ഞാൻ അങ്ങനെ തുടച്ചെടുത്തതാണ്. കുറേയൊന്നും നമുക്ക് അങ്ങനെ കഴുകാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, പിന്നെ ചിലത് കഴുകാൻ പറ്റണത് ഉണ്ടാവും. കഴുകാൻ പറ്റണതൊക്കെ നല്ലോണം കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അല്ലാത്തതൊക്കെ തുണിയൊക്കെ ഒന്ന് നനച്ച് തുടച്ചെടുത്തതേനു. നാസിമോനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ചെണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ കാണാതായ സാധനങ്ങൾ, നമ്മളെ വീട് തട്ടിക്കൊട്ടി
ഒക്കെ ഒട്ടുമ്പോൾ കിട്ടൂലേ, കട്ടിൻ്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. മക്കളെ പെൻസിലും അതുപോലെ വിക്സൊക്കെ നമ്മൾ തലവേദന എടുത്തിട്ട് തേക്കാൻ നോക്കിയാൽ കാണൂല. ഈ നാച്ചി കുറേ കയ്യിലേലും കൊണ്ടുപോയിടും. അപ്പോൾ കട്ടിൻ്റെ അടിയിൽ നിന്ന് എന്തൊക്കെയാണ് കാണാണ്ടായത് കിട്ടിയത് എന്നുള്ളത് അടിച്ചു വാരി കൂട്ടിയപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നില്ലേ എന്ന് തോന്നിയത്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിന്. അപ്പം അങ്ങനെ കിട്ടിയതാണ് ഇപ്പോൾ ഒരു ചെണ്ട. അത് മീനങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നേന് കേട്ടോ, നാഫി കൊണ്ടുവന്നതാണ്. ഓനിപ്പോൾ അതും തോളിലിട്ട് അയിമ കളിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ ഈ ഒരു അലമാറേൻ്റെ മേലെയും അതിൻ്റെ സൈഡും മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് നനച്ച് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയതാണ്. ഞാനിങ്ങനെ പറയുകയാണ് കേട്ടോ, എന്നും നമ്മൾ നന്നാക്കണ പുരയാണ്, ഇതിൻ്റെ ഇടയിലാണോ ഈ കിടന്നുറങ്ങിയത് എന്നുള്ളത് കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ ഇടയിൽ ഓരോ കോളും കാര്യങ്ങളും അതും വരുന്നുണ്ട്. കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ അതാ കട്ടിലിന് നല്ലോണം ഒന്ന് നനച്ച് കുളിപ്പിച്ചെടുക്കുകയാണ്. നല്ല പൊടിയാണ് കേട്ടോ കട്ടിൽമേലൊക്കെ. അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല വെള്ളത്തോട് കൂടി തന്നെ അങ്ങോട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലൈവുഡ് ഇതായത് കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് കഴുകാനൊന്നും പറ്റൂല. പിന്നൊക്കെ ഇപ്പോൾ ഇതൊക്കെ കഴുകിയിട്ട് നനച്ച് തുടച്ചതും ചിലപ്പോൾ കഴിഞ്ഞ നോമ്പിനായിരിക്കും കേട്ടോ. അല്ല, അതിൻ്റെ കഴിഞ്ഞ നോമ്പിന് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ഈ നോമ്പിന് തന്നെ ആണല്ലോ. പിന്നെ ഏകദേശം നോമ്പാവാനായാൽ പിന്നെ നമ്മളെ ചിന്ത എന്തേക്കും, എന്തായാലും നനച്ചുള്ളി വരുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ അപ്പം എടുക്കാമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ കുറേ അങ്ങനെ അങ്ങോട്ട് നിന്ന് പോവും. എന്തായാലും നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നനച്ച് തുടച്ചു. വീണ്ടും ഞാനും നിച്ചോളും കൂടെ കിടക്കയൊക്കെ കൊണ്ടുവന്ന് കട്ടുമ്പോൾ ഇട്ടിട്ടുണ്ട്. എല്ലാം അതാത് സ്ഥലത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തം എല്ലായിടത്തും അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നാഫിമോനാണ് ആ കിടന്നുറങ്ങുന്നത്. ഓനക്ക് ചെറുതായിട്ടൊരു പനി പോലെ, അപ്പോൾ ഓൻ അങ്ങനെ വന്ന് കിടന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാം വൃത്തിയാക്കി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഹാളിൽ കണ്ട ഒരു കാർപ്പറ്റ് അതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ഓരോ കുടുംബത്തിൽ ടൈലിട്ടപ്പം ഓള് കൊണ്ടുവന്നതേനു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഈ ഹാളിൽ വിരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓള് കൊണ്ടു തന്നതേനു കേട്ടോ. അപ്പോൾ അത് രാവിലെ അത് ഞാനും നിച്ചോളും കൂടെ തന്നെയാണ് അത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊന്നും പിന്നെ ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഹാളൊക്കെ വൃത്തിയാക്കണൊക്കെ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് കണ്ടതല്ല. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബോറടിക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അത് പറഞ്ഞപ്പോഴാണ്. ചിലവർക്കൊക്കെ ചിലപ്പോൾ നമ്മളെ വീഡിയോസ് ചിലപ്പോൾ എന്നും ഇതുപോലെയൊക്കെ ആയതുകൊണ്ട് ചിലപ്പം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ആരെയും നിർബന്ധിക്കണില്ല കേട്ടോ. ഒരു സഹതാപോ കാര്യങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിപ്പം അള്ള എത്തിച്ചിട്ട് നമുക്കൊരു വീട് ഇങ്ങനെ ഒരു ഷെഡാണ് എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കുറവും അൽഹംദുലില്ലാ നമുക്ക് വേറെ ഒരു കുറവും ഇന്ന് വരെ ഇല്ല. നമ്മളെ വീട് ഒരു ഷെഡാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അല്ലാതെ വേറൊരു ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ അടിക്കലും തുടക്കലും കഴുകലും മോറലും തീ കത്തിച്ച് ഞങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരമായിട്ട് 6 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തണുപ്പ് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നല്ല മേലും കൈ വേദനയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചൂടുവെള്ളം തീ കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറേ അതും ഇതൊക്കെ കിട്ടി, അതൊക്കെ കത്തിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ രാത്രി ഞങ്ങൾ ചോറ് വയ്ക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.